അപ്പോൾ ഇത് പാർട്ട് 4 ആണേ. അപ്പോൾ അപ്പോൾ പുള്ളി ഒരു ദിവസം ലീവ് എടുത്ത് വന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പുള്ളി വന്നിട്ട് പറഞ്ഞു ഞാൻ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് പാസ്സായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കാരണം ഞാനാണ് പുള്ളീനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന് പോയി ചേരാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉന്തിത്തള്ളി കൊണ്ടുപോയി എല്ലാം ഭയങ്കര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തൊക്കെയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്ക് ഒരു വാക്ക് ഇപ്പം അത് എൻ്റെ പ്രതീക്ഷ കേട്ടോ. അത് ഇപ്പം എനിക്ക് തോന്നുന്നു അതങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു. പുള്ളിക്ക് എൻ്റെ അടുത്ത് ഒരു വാക്ക് അങ്ങനെ പറയാറ് ഞാനിങ്ങനെ ടെസ്റ്റ്, അതായത് നമുക്ക് ഡേറ്റ് എടുക്കണം നമ്മൾ ഈ തിയറി ടെസ്റ്റിന് വേണ്ടി. അപ്പോൾ ഡേറ്റിനെ അപ്ലൈ ചെയ്ത് ഡേറ്റ് എടുക്കണം. അപ്പോൾ പുള്ളിക്ക് ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഡേറ്റ് എടുത്തു എന്ന് പറയായിരുന്നു എന്ന് എനിക്ക് അന്നേരം തോന്നി. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു വാശിയായി. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ആഴ്ചയിൽ, അതായത് ഈ ആഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് പുള്ളി എന്നോട് പറയുന്നത്, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ് പുള്ളി എന്നോട് പറയുന്നത് ടെസ്റ്റ് പാസ്സായെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ഡേറ്റ് എടുത്തു തിയറിക്ക്. ഞാൻ ഈ ചൊവ്വാഴ്ച തൊട്ട് അടുത്ത തിങ്കളാഴ്ച വരെയാണ് ഞാൻ പഠിച്ചത്. അതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്ന് ഇത് പഠിക്കില്ല. അത്രയും ചോദ്യങ്ങളുണ്ടെന്ന് ഓർക്കണം. പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് ചൊവ്വാഴ്ച പോയിട്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തലേതാ വാലേതാന്നൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ രാവിലെ പരീക്ഷ 10 മണിക്കാണ്. ഞാൻ രാവിലെ പോയിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് 9:30 നേരത്തെ ചെന്ന് അവിടെ ഇരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കണ മാഷ് വന്ന് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറയാം. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിയറി പഠിപ്പിക്കണതിൻ്റെ ഇടയ്ക്ക് തന്നെ പ്രാക്ടിക്കൽ ലെസൺസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പിന്നീട് പറയാം. എന്നിട്ട് പുള്ളി ഈ ഡ്രൈവിംഗ് മാഷ് വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്താ ഇവിടെ ഇരിക്കണം? ഞാൻ പറഞ്ഞു ഞാൻ ടെസ്റ്റിന് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെയോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല വേറൊരു സ്ഥലത്താന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാനിങ്ങനെ എൻ്റെ ഭഗവാൻ ഇനി ഞാൻ എങ്ങനെ പോകും? അപ്പോൾ ഓൾറെഡി ടെസ്റ്റിൻ്റെ ടെൻഷനുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ ശരി ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. എനിക്കാണെങ്കിൽ അന്താളിച്ചിരിക്കുക. ഞാൻ ടെസ്റ്റിന് കയറി ഞാൻ എന്തൊക്കെയോ കുത്തുവാട്ടോ, എന്തൊക്കെയോ ചെയ്ത്. അപ്പോൾ എന്താ വെച്ചാൽ ഓൺലൈൻ ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ട്. അന്നേരമൊക്കെ നമുക്ക് ആൻസർ ഇങ്ങനെ വരും. നമ്മളിങ്ങനെ ആൻസർ ചെയ്ത് പോകണം. 10 പോയിൻ്റ് വരെ ലൂസ് ചെയ്യാം. അതായത് 10 പോയിൻ്റ് അപ്പോൾ ചില ക്വസ്റ്റ്യൻ 5 മാർക്ക് ഉണ്ടാവും, ചില 1 മാർക്ക് ഉണ്ടാവും, ചിലത് 2 മാർക്ക്, അങ്ങനെ മൊത്തം 10 മാർക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഫെയിലാവും. ഞാൻ കുത്തി അപ്പോൾ എൻ്റെ ഒരു തോന്നൽ ഞാൻ ഫെയിലായി. ഞാനപ്പോൾ നൈസായിട്ട് അവിടെ നിന്നിട്ട് ഇപ്പോൾ എൻ്റെ ആ കൺട്രോളർ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ വേറൊരു ബട്ടൺ ഉണ്ട് അവിടെ ഞെക്കാൻ പറഞ്ഞു. അത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സായോ ഫെയിലായോ എന്നറിയാം. അങ്ങനെ ഞാൻ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഞെക്കിയപ്പോൾ പാസ്റ്റ് എന്ന് പറഞ്ഞു പച്ച കത്തി. ഞാനങ്ങ് ഞെട്ടിപ്പോയി. കൺട്രോളർ ഞെട്ടിപ്പോയി.